നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ സംസ്ഥാന സർക്കാരിനും അന്വേഷണ സംഘത്തിനുമെതിരെ കോടതി രൂക്ഷ വിമർശനം ഉയർത്തി. മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കമ്മീഷണർ എൻ വാസുവിന്റെ ജാമ്യ ഹർജി പരിഗണിക്കുന്നതിനിടെയാണ് കോടതി സർക്കാരിന്റെ നടപടികളെ ചോദ്യം ചെയ്തത്. ശ്രീകോവിലിലെ കട്ടിലപ്പാളി 1998 സ്വർണം പൊതിഞ്ഞതാണെന്ന് തെളിയിക്കുന്ന രേഖകൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോ പ്രത്യേക അന്വേഷണ സംഘമായ SITക്കോ കോടതിയിൽ ഹാജരാക്കാൻ കഴിഞ്ഞില്ല. ഇതോടെയാണ് കേസിന്റെ അന്വേഷണം തന്നെ സംശയാസ്പദമാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടിയത്. കട്ടിലപ്പാളിയിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുത്തു എന്ന സ്മാർട്ട് ക്രിയേഷൻസിലെ പങ്കജ് ഭണ്ഡാരിയുടെ മൊഴി മാത്രമാണ് സർക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ചത്. ഈ മൊഴി അല്ലാതെ മറ്റെന്തെങ്കിലും രേഖയുണ്ടോ എന്നും രേഖയില്ലെങ്കിൽ പിന്നെ കേസ് എങ്ങനെ നിലനിൽക്കുമെന്നും കോടതി ചോദിച്ചു. സ്വർണം പൊതിഞ്ഞ കട്ടിലപ്പാളി ചെമ്പാക്കി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം പൂശാൻ കൊടുത്തുവിട്ടുവെന്ന കുറ്റത്തിനാണ് അന്നത്തെ ദേവസ്വം ബോർഡ് കമ്മീഷണറായിരുന്ന എൻ വാസു ജയിലിൽ കഴിയുന്നത്. തെളിവുകളുടെ അഭാവത്തിൽ കട്ടിലപ്പാളി നേരത്തെ സ്വർണം പൊതിഞ്ഞതാണെന്ന് ദേവസ്വം രേഖകളിൽ ഒരിടത്തും പറയുന്നില്ല എന്ന നിലപാടാണ് എൻ വാസുവിന്റെ അഭിഭാഷകൻ സ്വീകരിച്ചിരിക്കുന്നത്. FIRൽ കട്ടിലപ്പാളി മാത്രമാണ് കോടതി പരാമർശിച്ചതെങ്കിലും ശിവരൂപം, ആർച്ച, വ്യാളി, രാശി, പ്ലേറ്റ്, ദശാവതാരം എന്നിവയും ഉൾപ്പെട്ടതാണെന്ന വാദമാണ് സർക്കാർ ഉയർത്തിയത്. എന്നാൽ ഈ റിപ്പോർട്ട് മജിസ്ട്രേറ്റ് കോടതിയിലോ വിജിലൻസ് കോടതിയിലോ നൽകിയിട്ടില്ലെന്നും നിലവിൽ FIR പ്രകാരം കട്ടിലപ്പാളി തന്നെയാണ് പ്രധാന വിഷയമെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടന്ന 2019 എൻ വാസു ദേവസ്വം ബോർഡ് കമ്മീഷണറായിരുന്നു. കട്ടിലപ്പാളിയിലെ സ്വർണ്ണപ്പാളികൾ ചെമ്പാണെന്ന് എഴുതുവാൻ കമ്മീഷണറായിരുന്ന വാസു 2019 മാർച്ച് 19 നിർദ്ദേശം നൽകിയെന്ന് സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് വാസുവിനെ കേസിൽ 3ാം പ്രതിയാക്കിയത്. മാർച്ച് 31 കമ്മീഷണർ സ്ഥാനത്ത് നിന്ന് വാസു മാറുകയായിരുന്നു. പിന്നീട് A പത്മകുമാറിന് പിന്നാലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി എൻ വാസു പ്രസിഡന്റ് ആയിരിക്കെയാണ് ഈ സ്വർണം പൂശൽ കഴിഞ്ഞ ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വിവാദ ഇമെയിൽ സന്ദേശം ലഭിച്ചത്. സ്വർണം പൂശൽ കഴിഞ്ഞ ശേഷവും സ്വർണം ബാക്കിയുണ്ടെന്നും ഇതൊരു പെൺകുട്ടിയുടെ വിവാഹത്തിന് ചെലവഴിക്കട്ടെ എന്നും ചോദിച്ചായിരുന്നു പോറ്റിയുടെ ഇമെയിൽ സന്ദേശം. എന്നാൽ ഇതു സംബന്ധിച്ച് വാസു നൽകിയ വിശദീകരണം തൃപ്തികരമായിരുന്നില്ല. ഇമെയിൽ സന്ദേശം താൻ മറ്റുള്ളവർക്ക് ഫോർവേഡ് ചെയ്തെന്നും പിന്നീട് അതേക്കുറിച്ച് തിരക്കിയില്ല എന്നുമാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ഉയർന്നത്. കട്ടിലപ്പാളികളിൽ സ്വർണം പൊതിഞ്ഞത് സംബന്ധിച്ച് രേഖകളില്ലെന്ന വാദവുമായി സ്വർണ്ണക്കൊള്ള കേസിലെ 3ാം പ്രതിയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമായി എൻ വാസു ഹൈക്കോടതിയിൽ എത്തുകയായിരുന്നു. ജാമ്യ ഹർജിയിലായിരുന്നു ഈ ഒരു വാദം ഉന്നയിച്ചിരുന്നത്. ഇത് കേട്ട കോടതി അങ്ങനെയെങ്കിൽ ഈ കേസ് തന്നെ ഇല്ലല്ലോ എന്ന് മറുപടി നൽകി. ഇത് സംബന്ധിച്ച് തെളിവുകൾ ഹാജരാക്കാൻ സർക്കാരിന് നിർദ്ദേശം നൽകിയ ജസ്റ്റിസ് A ബദറുദ്ദീൻ ഹർജി പരിഗണിക്കുവാൻ മാറ്റുകയായിരുന്നു. 2019 കട്ടിലപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിടാൻ ഉന്നത ഉദ്യോഗസ്ഥരുടെ ശുപാർശ വന്നപ്പോൾ വാസു ദേവസ്വം കമ്മീഷണറായിരുന്നു. ചെമ്പ് പാളികൾ എന്നാണ് ശുപാർശയിൽ പറഞ്ഞിരുന്നത്. ഇക്കാര്യം ചർച്ച ചെയ്ത് ഉചിതമായി തീരുമാനമെടുക്കാൻ ബോർഡിനോട് നിർദ്ദേശിക്കുക മാത്രമാണ് ഹർജിക്കാരൻ ചെയ്തതെന്നാണ് അഭിഭാഷകൻ വാദിച്ചത്. എന്നാൽ 2019 മുതൽ പദവിയിലിരിക്കുന്ന വാസുവിന് സ്വർണം പൊതിഞ്ഞിരുന്ന കാര്യം അറിവുള്ളതല്ലേ എന്നും ജാഗ്രത കാട്ടേണ്ടിയിരുന്നില്ലേ എന്നും കോടതി ചോദിച്ചു. തുടർന്നാണ് സ്വർണം പൊതിഞ്ഞതിന് തെളിവില്ലെന്ന വാദം ഉന്നയിച്ചത്. ഒക്ടോബർ 23 മുതൽ റിമാൻഡിലാണെന്നും ജാമ്യം അനുവദിക്കണമെന്നുമായിരുന്നു ആവശ്യമേറുന്നത്. കട്ടിലപ്പാളിയിലെ സ്വർണ്ണപ്പാളികൾ ചെമ്പാണെന്ന് എഴുതുവാൻ കമ്മീഷണറായിരുന്ന വാസു നിർദ്ദേശം നൽകിയെന്ന സ്ഥിരീകരിച്ചതിനെ തുടർന്നായിരുന്നു വാസുവിനെ കേസിൽ പ്രതിയാക്കിയത്. സ്വർണം പൊതിഞ്ഞ കട്ടിലപ്പാളി ചെമ്പ് പാളിയാക്കി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയെന്നും അങ്ങനെ വലിയ സ്വർണ്ണക്കൊള്ളയ്ക്ക് വഴിയൊരുക്കിയെന്നുമാണ് എൻ വാസുവിനെതിരായ കേസ്. എന്നാൽ അത് സ്വർണം പൊതിഞ്ഞത് തന്നെ എന്നാണ് സർക്കാർ അഭിഭാഷകൻ കോടതിയിലെടുത്ത നിലപാട്. എന്നാൽ കട്ടിലപ്പാളി സ്വർണം പൊതിഞ്ഞിരുന്നു എന്നാണ് SITയുടെ കണ്ടെത്തൽ. അതേസമയം എൻ വാസുവിന് ജാമ്യാപേക്ഷ ഹൈക്കോടതി പിന്നീട് മാറ്റി. സ്വർണ്ണ കവർച്ച കേസിൽ ജയിലിൽ റിമാൻഡിലായിരുന്ന പ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും SIT കസ്റ്റഡിയിൽ വിട്ടു നൽകി. 2 ദിവസത്തേക്ക് ആണ് കൊല്ലം വിജിലൻസ് കോടതി ജഡ്ജി CS മോഹിത് കസ്റ്റഡി അനുവദിച്ചിരിക്കുന്നത്. പുതിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ ചോദ്യം ചെയ്യൽ നടത്തണമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് SIT കസ്റ്റഡി ആവശ്യപ്പെട്ടത്. 1ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കട്ടിലപ്പാളി സ്വർണം കവർന്ന കേസിലും മുരാരി ബാബുവിനെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണം കവർന്ന കേസിലുമാണ് കസ്റ്റഡിയിൽ വിട്ടത്. ചോദ്യം ചെയ്യലിന് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയ ഇരുവരെയും ചൊവ്വാഴ്ച വൈകിട്ട് 4 കോടതിയിൽ ഹാജരാക്കും. ഫേസ് ലോക്ക് ഉപയോഗിക്കുന്ന മുരാരി ബാബുവിന്റെ ഫോൺ തുറന്ന് പരിശോധിക്കുന്നത് ഉൾപ്പെടെയുള്ള ഈ കസ്റ്റഡി കാലയളവിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് പൂർത്തീകരിക്കേണ്ടതുണ്ട്. കട്ടിലപ്പാളി ദ്വാരപാലക കേസുകളിലെ പ്രതിയായ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ D സുധീഷ് കുമാർ സമർപ്പിച്ച ജാമ്യാപേക്ഷയും കോടതി തള്ളി. ഉദ്യോഗസ്ഥന്റെ ചുമതല നിർവഹിക്കുക മാത്രമാണ് ചെയ്തതെന്നാണ് സുധീഷ് കുമാർ ജാമ്യാപേക്ഷയിൽ വാദിച്ചത്. എന്നാൽ ഇദ്ദേഹത്തിന്റെ സ്വർണ്ണക്കൊള്ളയിൽ വ്യക്തമായ പങ്കുണ്ടെന്ന് പ്രോസിക്യൂഷൻ വാദമുയർത്തുകയായിരുന്നു.
ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന പ്രത്യേക സംഘത്തിന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല മൊഴി നൽകി കഴിഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദവുമായി ബന്ധപ്പെട്ട് തനിക്ക് ലഭിച്ച വിവരങ്ങൾ SITയോട് പറഞ്ഞതായി ചെന്നിത്തല മാധ്യമങ്ങളോട് പ്രതികരിച്ചു. മോഷണത്തിന് രാജ്യാന്തര പുരാവസ്തു കടത്തൽ സംഘവുമായി എങ്ങനെ ബന്ധമുണ്ടെന്ന കാര്യമാണ് വിശദീകരിച്ചത്. തനിക്ക് കിട്ടിയ വിവരങ്ങൾ ഒരു കത്ത് മുഖേന SIT മേധാവിക്ക് കൊടുത്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് മൊഴിയെടുത്തത്. ലഭിച്ച മുഴുവൻ വിവരങ്ങളും അന്വേഷണ സംഘത്തിന് നൽകി. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ തനിക്ക് ലഭിച്ച വിവരങ്ങളാണ് കൈമാറിയിട്ടുള്ളത്, അല്ലാതെ തെളിവുകളല്ല. ഇനി അതേക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ച് വസ്തുതകൾ കണ്ടെത്തേണ്ട ഉത്തരവാദിത്തം അന്വേഷണ സംഘത്തിനാണ്. ലഭിച്ച വിവരങ്ങൾ അധികാരികളുടെ മുന്നിൽ എത്തിക്കേണ്ടത് പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ കടമയാണ്. മുൻ ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ തന്റെ ഉത്തരവാദിത്തമാണ്. തനിക്ക് വിവരങ്ങൾ നൽകിയ വ്യവസായി വിളിച്ചു വരുത്തണോ എന്നത് അന്വേഷണ ഉദ്യോഗസ്ഥർ തീരുമാനിക്കണമെന്നും രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. അന്താരാഷ്ട്ര കള്ളക്കടത്ത് സംഘവുമായി ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് ബന്ധമുണ്ടെന്ന രമേശ് ചെന്നിത്തലയുടെ വെളിപ്പെടുത്തൽ അടിസ്ഥാനത്തിലായിരുന്നു മൊഴിയെടുത്തത്. മൊഴിയെടുക്കൽ നീട്ടിക്കൊണ്ടുപോയാൽ ചെന്നിത്തല ഹൈക്കോടതിയെ സമീപിക്കുമെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ദേവസ്വം ബെഞ്ചിനെ സമീപിക്കുന്നതാണ് പരിഗണനയിലെന്നും വാർത്ത നൽകി. ഇതോടെയാണ് ചെന്നിത്തലയെ മൊഴിയെടുക്കുവാൻ SIT വിളിപ്പിച്ചത്. വിശദമായ തെളിവുകളും ചെന്നിത്തല കൈമാറി. വിഷയവുമായി ബന്ധപ്പെട്ട് മൊഴി നൽകുവാൻ തയ്യാറാണെന്ന് ചെന്നിത്തല SIT അറിയിക്കുകയായിരുന്നു. ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ബുധനാഴ്ച മൊഴിയെടുപ്പ് നിശ്ചയിച്ചിരുന്നെങ്കിലും ഉദ്യോഗസ്ഥരുടെ അസൗകര്യത്തെ തുടർന്ന് അത് പിന്നീട് മാറ്റി. സ്വർണം അന്താരാഷ്ട്ര മാർക്കറ്റിൽ അമൂല്യ വസ്തുവായി വിറ്റുവെന്ന് ഒരു വ്യവസായി തന്നോട് പറഞ്ഞുവെന്നും രഹസ്യമൊഴി നൽകുവാൻ വ്യവസായി തയ്യാറാണെന്നും രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് പ്രതികരിച്ചതാണ്. തദ്ദേശത്തിലെ 2ാം ഘട്ട വോട്ടെടുപ്പിന് തലേ ദിവസം ചെന്നിത്തല മൊഴി നൽകുന്നത് സർക്കാർ ഗൗരവത്തിൽ എടുത്തിരുന്നു. ഈ മൊഴി തെരഞ്ഞെടുപ്പിനെ ബാധിക്കും. തുടർന്ന് മൊഴി നൽകിയ ശേഷം ചെന്നിത്തല കൂടുതൽ വെളിപ്പെടുത്തൽ നടത്തുമെന്നും CPM വിലയിരുത്തി. ഇതോടെയാണ് ചില ഉന്നത ഇടപെടലുകൾ ഉണ്ടായത്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് മൊഴിയെടുക്കൽ നീണ്ടുപോയത്. എന്നാൽ ഹൈക്കോടതിയിൽ ചെന്നിത്തല നേരിട്ട് പോയാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ SIT മനസ്സിലാക്കി. ഇത് മുകളിലുള്ളവരെയും അറിയിച്ചു. തുടർന്ന് അതിനുശേഷമാണ് മൊഴിയെടുക്കുവാൻ ചെന്നിത്തലയോട് എത്തുവാൻ ആവശ്യപ്പെട്ടത്. ശബരിമലയിൽ നിന്ന് കടത്തിയ സ്വർണ്ണപ്പാളികൾ പുരാവസ്തുവുമായി വിറ്റുവെന്നും 500 കോടി രൂപയുടെ മൂല്യം അതിനുണ്ടെന്നും വിവരം ലഭിച്ചതായി ചെന്നിത്തല കഴിഞ്ഞ ദിവസം പ്രതികരിക്കുകയായിരുന്നു. ഇത് സംബന്ധിച്ചുള്ള വിവരം കൈമാറുവാൻ തയ്യാറാണെന്ന് രമേശ് ചെന്നിത്തല കത്തു നൽകിയതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു മൊഴിയെടുക്കുവാനായി തീരുമാനിച്ചത്. തനിക്ക് പരിചയമുള്ള ഇന്ത്യക്ക് വെളിയിൽ വ്യവസായം നടത്തുന്ന ആളാണ് ഇത്തരത്തിൽ വിവരം നൽകിയതെന്ന് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. മലയാളിയാണ് ഇയാൾ. മുൻപ് ഇത്തരത്തിൽ നൽകിയ വിവരങ്ങൾ വിശ്വാസ്യമുള്ളതായിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം അറിയിച്ച കാര്യങ്ങൾ SITക്ക് കൈമാറാൻ തീരുമാനിച്ചത്. വിവരം നൽകിയ ആളെ ചോദ്യം ചെയ്ത് കാര്യങ്ങൾ അവർ അന്വേഷിച്ചു കണ്ടെത്തട്ടെ. ശബരിമലയിൽ നിന്ന് കടത്തിയ സ്വർണത്തിന് രാജ്യാന്തര മാർക്കറ്റിൽ 500 കോടി മുതൽ 1000 കോടി വരെ മൂല്യമുണ്ടെന്നും പറഞ്ഞു. അത്തരത്തിലൊരു വിവരം കിട്ടുമ്പോൾ മിണ്ടാതിരിക്കാൻ കഴിയുമോ എന്ന് രമേശ് ചെന്നിത്തല ചോദിച്ചിരുന്നു. അദ്ദേഹത്തിന് സ്വയം കാര്യങ്ങൾ പറയാൻ ഭയമുണ്ട്. ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയപ്പോൾ അദ്ദേഹം വിവരങ്ങൾ കൈമാറുവാൻ സന്നദ്ധനായി. ഇത്രയും നാൾ അന്വേഷിച്ചിട്ടും സ്വർണം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആ ഒരു സാഹചര്യത്തിലാണ് തനിക്ക് ലഭിച്ച വിവരം SITയെ അറിയിക്കുവാൻ തീരുമാനിച്ചതെന്നും ചെന്നിത്തല പ്രതികരിച്ചിരുന്നു. പുരാവസ്തു കള്ളക്കടത്ത് സംഘത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ചെന്നിത്തല പ്രത്യേക അന്വേഷണ സംഘത്തെ നയിക്കുന്ന ADGP H വെങ്കടേഷിന് കത്ത് നൽകുകയായിരുന്നു. ക്ഷേത്രങ്ങളിൽ നിന്ന് പുരാവസ്തുക്കൾ മോഷ്ടിച്ചു കടത്തി രാജ്യാന്തര കരിഞ്ചന്തയിൽ കോടിക്കണക്കിന് രൂപയ്ക്ക് വിൽക്കുന്ന ഒരു സംഘവുമായി ദേവസ്വം ബോർഡിലെ ചില ഉന്നതർക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നതായി അറിവ് ലഭിച്ചിട്ടുണ്ടെന്നും ഇതിന്റെ പശ്ചാത്തലത്തിലാണ് അന്വേഷണം ഈ വഴിക്ക് കൂടി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആവശ്യപ്പെട്ടതെന്നും ഈ കത്തിൽ പറഞ്ഞിരുന്നു. കാണാപ്പുറത്തുള്ള രാജ്യാന്തര മാനങ്ങളെ കുറിച്ചുകൂടി അന്വേഷിക്കണമെന്നായിരുന്നു ചെന്നിത്തല ആവശ്യപ്പെട്ടിരുന്നത്.